حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശക്തമായ ഹിസാബിന്, വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു റാഇദിൻ്റെ 18-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു ഏത് സ്വഭാവമുള്ളവരെയാണ് ഹിസാബിൽ നിന്ന്, വിചാരണയിൽ നിന്ന്, നരകത്തിൽ നിന്ന്, അല്ലാഹുവിൻ്റെ അദാബിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് അവരുടെ സ്വഭാവ സവിശേഷതകൾ പരാമർശിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് കൂട്ടരെയാണ് അല്ലാഹു അവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, ലില്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്ന. ലില്ലദീന യാതൊരു കൂട്ടർ, ഇസ്തജാബൂ അവർ ഉത്തരം നൽകി,
ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയിട്ടുള്ള കൂട്ടർ, അവർക്ക് ലിറബ്ബിഹിമുൽ ഹുസ്ന, അവർക്ക് നന്മയാണ് അള്ളാഹു എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത ആളുകൾക്ക് അള്ളാഹു നന്മ എടുത്തു വെച്ചിരിക്കുന്നു. വല്ലദീന ലം യസ്തജാബൂ ലഹു, എന്നാൽ അവന്റെ വിളിക്ക് ഉത്തരം ചെയ്യാത്ത ആളുകൾ, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ വമിസ്ലഹു മഅഹു, അവർക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ, വിചാരണക്ക് നിർത്തപ്പെട്ടാൽ, അവരുടെ ജീവിതത്തെപ്പറ്റി അള്ളാഹു ചോദ്യം ചെയ്തു തുടങ്ങിയാൽ, പടച്ചവന്റെ വിളികൾക്ക് ജീവിതകാലത്ത് ഉത്തരം കൊടുക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം തീരുമാനങ്ങൾക്കും അനുസരിച്ച് ജീവിച്ച് മുന്നോട്ടു പോയ ആളുകൾ അള്ളാന്റെ മുമ്പിൽ മരണാനന്തര ജീവിതത്തിൽ വന്നെത്തുമ്പോ, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി, അവർക്ക് ദുനിയാവിൽ ഉണ്ടായിരുന്നതും ഇനി അതിന്റെ പുറമെ അതുപോലെ അതെല്ലാം നഷ്ടപരിഹാരം കൊടുത്തിട്ട്, പ്രായശ്ചിത്തം കൊടുത്തിട്ട്, തങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഈ കഠിന വിചാരണയിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതാണ് രണ്ടാമത്തെ കൂട്ടർ. ഉലൈക ലഹും സൂഉൽ ഹിസാബ്, ആ കൂട്ടർക്കാണ് സൂഉൽ ഹിസാബ്, കഠിനമായ വിചാരണയുള്ളത് അവർക്കാണ്. വമഅവാഹും ജഹന്നം, അവരുടെ പ്രാപ്യസ്ഥാനം, അവർക്ക് എത്തിച്ചേരാനുള്ള സ്ഥാനം എന്ന് പറയുന്നത് ജഹന്നമാണ്, നരകമാണ്. വബിഇസൽ മിഹാജ്, അത് വളരെ മോശമായ ഒരു തൊട്ടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പൊ രണ്ടു കൂട്ടരെ അല്ലാഹു ഇവിടെ പരാമർശിച്ചു. ഒന്ന്, പടച്ചവന്റെ വിളിക്ക് ഉത്തരം ചെയ്ത ആളുകൾ, അവർക്ക് അൽ ഹുസ്ന, അല്ലാഹു എടുത്തു വെച്ചിട്ടുള്ളത് എന്താ? ആ ചെയ്തതിനേക്കാൾ ഇരട്ടി നന്മയുള്ള ബർക്കത്തുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കൂട്ടരെ വല്ലദീന ലം യസ്തജീബൂ ലഹു, അല്ലാഹു വിളിച്ചു, ദുനിയാവിൽ അല്ലാഹു വിളിച്ചു, അവരുടെ ജീവിതത്തെ പറ്റി അല്ലാഹു എങ്ങനെ വേണമെന്ന് പറഞ്ഞു, എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു, എങ്ങനെ ഇടപാട് നടത്തണം എന്ന് പറഞ്ഞു. ഒന്നും അവർ കേട്ടില്ല. അവർ അവരുടെ ഇച്ഛകളെ, ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ, സുഖങ്ങളെ, രസങ്ങളെ മാത്രം പരിഗണിച്ച് ജീവിച്ചു. അള്ളാന്റെ മുമ്പിലെത്തിയപ്പോ, അത് അള്ളാഹ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ, കഠിനമായ വിചാരണ നേരിടേണ്ടി വന്നപ്പോ അവർ വിചാരിച്ചു പോയി, ഏതൊന്നാണ് ദുനിയാവിൽ നമ്മളെ രസങ്ങൾ നൽകിയത്, റബ്ബിനെ മറപ്പിക്കുന്ന സുഖങ്ങൾ നൽകിയത്, ആ ദുനിയാവ് മുഴുവൻ കൊടുത്താലും, അതിന്റെ ഇരട്ടി കൊടുത്താലും, ഈ വിചാരണയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് രണ്ടാമത്തെ കൂട്ടരും വിചാരിക്കും. ഇങ്ങനെ അല്ലാഹ് രണ്ടു കൂട്ടരെ പരിചയപ്പെടുത്തി. ഈ രണ്ടു കൂട്ടരെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാന്റെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ സവിശേഷതകൾ അല്ലാഹ് എണ്ണി പറഞ്ഞു. അവരുടെ സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എണ്ണി പറഞ്ഞു. അവർക്കാണ് അല്ലാഹു സൂഅൽ ഹിസാബിൽ നിന്ന്, കഠിനമായ വിചാരണയിൽ നിന്ന്, ചീത്തയായ വിചാരണയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം കൊടുക്കുക. ഈ ഗുണങ്ങളുള്ളവർക്കാണ്. അല്ലാഹ് പറയുന്നു, ഒന്നാമതായിട്ട് അല്ലാഹ് പറഞ്ഞു, അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്. രണ്ട് കാര്യം അല്ലാഹ് അവിടെ സൂചിപ്പിച്ചത്. സൂറത്തുർ റഅദിന്റെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാം, രണ്ട് കാര്യങ്ങൾ പറയാ. ഒന്നാമത്തെ കാര്യം എന്താ? അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ്. അല്ലദീന, അവർ യാതൊരു കൂട്ടരാണ്, ഒരു വിഭാഗമാണ്. യൂഫൂന ബിഅഹദില്ലാഹ്, അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ പൂർത്തീകരിച്ചവർ. അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ അവർ പൂർത്തീകരിച്ചു. മുഫസ്സിറുകൾ വിശദീകരിച്ച്, എന്താ പടച്ചവനോടുള്ള കരാറ്? അള്ളാഹിനോടുള്ള കരാർ എന്താ? അള്ളാഹിനോടുള്ള കരാർ വിശാലമാണ്. അത് ആരംഭിക്കുന്നത് റളീതു ബില്ലാഹി റബ്ബൻ, അവിടെ നിന്ന് ആരംഭിക്കുന്നത്. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാനെയാണ് ഞാൻ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് തുടങ്ങും പടച്ചവനോടുള്ള കരാറ്.
അല്ലാത്ത ഒന്നിനെയും എനിക്ക് റബ്ബായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലാഹു അല്ലാത്ത ഒന്നിനോടും എന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് ഞാൻ ഒന്നിനെയും സമർപ്പിക്കില്ല, ഒന്നിനെയും പ്രതിഷ്ഠിക്കില്ല. പടച്ചവൻ മാത്രം. അവിടുന്ന് അത് ആരംഭിക്കുന്നത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദൻ നബിയൻ. രണ്ടാമത്തേത് എന്താ? വബിൽ ഇസ്ലാമി ദീനൻ. ഇസ്ലാമാണ് എന്റെ ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ അർത്ഥം കൊടുക്കും മതം. മലയാളത്തിൽ ഏപ്റ്റായ ദീൻ എന്ന പദത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന കുറച്ചുകൂടി അടുത്തു നിൽക്കുന്ന ഒരു പദം മതാണ്. പക്ഷെ മതം എന്ന പദം ഒരിക്കലും ദീൻ എന്ന് പറയുന്ന പദത്തിനെ സമ്പൂർണമായിട്ട് പ്രതിനിധീകരിക്കുന്നില്ല. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ മതം എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വ്യാപകവും ആഴവുമുള്ള അർത്ഥമാണ് ദീനിന്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ. ഇസ്ലാമിനെ ഞാൻ ദീനായിട്ട് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്റെ വർത്തനങ്ങളെ തീരുമാനിക്കാൻ പോണത്. ഇസ്ലാമാണ് എന്റെ നിലപാടുകളെ തീരുമാനിക്കാൻ പോകുന്നത്. ഇസ്ലാമാണ് എന്റെ ഹക്ക് ബാത്തിൽ ചിന്തകളെ തീരുമാനിക്കാൻ പോകുന്നത്. ഇസ്ലാമാണ് എന്റെ ഹലാൽ ഹറാമുകളെ പറ്റി തീരുമാനിക്കാൻ പോകുന്നത്. ഇസ്ലാമാണ് എന്റെ മാനവികതയെ തീരുമാനിക്കാൻ പോകുന്നത്. ഇസ്ലാമാണ് എന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ കാഴ്ചപ്പാടുകളെ തീരുമാനിക്കാൻ പോകുന്നത്. ഇങ്ങനെ പോകണം. നിങ്ങൾ നോക്കിക്കോ, ഈ കാലത്ത് ഇങ്ങനെ ആകാൻ നമ്മളെ സമ്മതിക്കൂല. ഇങ്ങനെ ആകാൻ സമ്മതിക്കൂല. ഇസ്ലാം എങ്ങനെയാ? പുതിയ കാലത്ത് ഇസ്ലാം എങ്ങനെ മതി എന്നാണ് ചുറ്റുപാടുകൾ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം, ഇനി 5 നേരം നിസ്കാരമുണ്ടോ ആ നിസ്കരിക്കുക, ആ സമയത്തൊന്ന് ചൂടാനുള്ളതാണ് ദീന്. ആ നിസ്കാരം കഴിഞ്ഞാൽ അത് നിങ്ങൾ മടക്കി വെച്ചേക്കണം, പിന്നെ അത് നിവർത്തിക്കൊണ്ട് നടക്കരുത്. എല്ലാ സമയത്തും നിവർത്താനുള്ളതല്ല മതം, ദീൻ. മറിച്ച് എപ്പോഴാ അള്ളാനെ ഓർക്കണം, ഒന്ന് പടച്ചവനെ വിളിക്കണം, ഇലാഹിനെ വിളിക്കണം, ദൈവത്തിനെ വിളിക്കണം എന്ന് തോന്നുമ്പോ ആ കൊട നിങ്ങൾ നിവർത്തിയേക്ക്. ഇലാഹിനെ വിളിക്കണം എന്ന് തോന്നുമ്പോ, നിങ്ങൾക്ക് രോഗം വന്നു, നിങ്ങൾക്ക് ഒന്ന് ദൈവത്തിനെ വിളിക്കണം എന്ന് തോന്നുന്നുണ്ടോ, അപ്പ നിവർത്താനുള്ളതാണ്. അതല്ലാതെ സദാസമയം നിങ്ങൾക്ക് ചൂടി നടക്കാനുള്ളതല്ല മതം എന്ന കാഴ്ചപ്പാടാണ് മാനവികമെന്ന് നിരന്തരമായി നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ശബ്ദം മുഴക്കിക്കൊണ്ടിരിക്കുക. നമ്മളും അതിൻ്റെ സമ്മർദ്ദങ്ങൾ പേറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസമാണ് നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. വലിയ അപകടം നിറഞ്ഞു നിൽക്കുന്നൊരു വീഡിയോ. ഒരു മുസ്ലിം പെൺകുട്ടിയോട് ഒരു ചോദ്യമാണ്. മഫ്തയിട്ട ഹിജാബ് ഇട്ട മുസ്ലിം പെൺകുട്ടിയോടും പൊട്ടുതൊട്ട ഹിന്ദു പെൺകുട്ടികളോടും ചോദിക്കുന്നു. യൂട്യൂബർ ചോദിക്കാണ്. ആ ചോദ്യം എന്താ? മതമാണോ രാജ്യമാണോ വലുത്? മതമാണോ രാജ്യമാണോ വലുത്? ഹിന്ദു പെൺകുട്ടി പറഞ്ഞു രാജ്യമാണ്. മുസ്ലിം പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ മുസ്ലിം പെൺകുട്ടി പറഞ്ഞു മതമാണ് എന്ന് പറഞ്ഞു. 2 മതങ്ങൾ 2 സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് പ്രചരിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് അള്ളാഹുവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ പറ്റാത്ത സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത്, അതിന്റെ മുകളിലേക്ക് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭീകരവാദിയും തീവ്രവാദിയും, നമ്മൾ മതത്തിന്റെ പേരിൽ അങ്ങേയറ്റം സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ കൊണ്ടു നടക്കുന്ന ആളാണ് എന്ന് നമ്മളെ അടയാളപ്പെടുത്തുന്ന സാമൂഹിക അന്തരീക്ഷം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു ചോദ്യാണത്. മാനവിക വിരുദ്ധമാണ് ആ ചോദ്യം. മാനവിക വിരുദ്ധം, ജനാധിപത്യ വിരുദ്ധം, അതുകൂടിയാണ് ആ ചോദ്യം. മനുഷ്യന് എന്തെല്ലാം പ്രിയപ്പെട്ടതുണ്ടാകും? നിങ്ങൾ ആലോചിക്കുക, മനുഷ്യന് എന്തെല്ലാം പ്രിയപ്പെട്ടതുണ്ടാവും. ഈ മനുഷ്യന് ആകെ പ്രിയപ്പെട്ടത് രാജ്യം മാത്രമാകാൻ പാടുള്ളൂ. ഇതാരാ ക്രിയേറ്റ് ചെയ്തത്? ഈ നരേഷൻ ക്രിയേറ്റ് ചെയ്തത് ആരാ? ഈ കാഴ്ചപ്പാട് സമൂഹത്തിൽ പ്രചരിപ്പിച്ചതാരാ? ഫാഷിസമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഫാഷിസാണ്.
ആലോചിക്കൂ, എന്തൊരു ചോദ്യമാണത്. ജനാധിപത്യ വിരുദ്ധമാണ് ഈ ചോദ്യം. ഈ ചോദ്യമാണ് ജനാധിപത്യവാദികൾ കൊണ്ട് നടന്നിട്ട് മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം തൂക്കാൻ വേണ്ടി തുലാസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ഫാഷിസം പടച്ചുവിട്ട ചോദ്യം. അതാണ് ഇപ്പൊ ജനാധിപത്യത്തിന്റെ വക്താക്കളുടെ ചോദ്യമായി മാറിയിരിക്കുന്നത്. നോക്കൂ, ഒരു മനുഷ്യൻ പറയണ എന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മാതാവാണെന്ന് പറഞ്ഞാൽ പാടില്ല, പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ പറയണ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മക്കളാണ്, പറയാൻ പാടില്ല. രാജ്യമായിരിക്കണോ? രാജ്യമായിരിക്കണോ? അപകടകരമാണ് ഈ ചോദ്യം. ഈ ചോദ്യം സെലിബ്രേറ്റ് ചെയ്യാണ്, ഒരു സമൂഹത്തെ വിലയിരുത്താണ്. ഞാൻ ചോദിക്കട്ടെ, പാകിസ്ഥാൻ എന്ന ഒരു രാജ്യമുണ്ടല്ലോ, ആ പാകിസ്ഥാനിലെ മുസ്ലിം പെൺകുട്ടിയോടും ഹിന്ദു പെൺകുട്ടിയോടും അവിടുത്തെ യൂട്യൂബർ ഒരു ചോദ്യം ചോദിച്ചു, മതമാണോ രാജ്യമാണോ? പാകിസ്ഥാനിൽ ഹിന്ദുസ് ഉണ്ടല്ലോ, അമുസ്ലിങ്ങൾ ഉണ്ടല്ലോ, നോൺ മുസ്ലിംസ് ഉണ്ടല്ലോ. ആ പാകിസ്ഥാനിലെ ഹിന്ദു പെൺകുട്ടിയോടൊരു ചോദ്യം ചോദിച്ചു, മതമാണോ രാജ്യമാണോ വലുത്? അവൾ പറഞ്ഞു മതമാണ്. ഒരു പ്രശ്നവുമില്ല, അതിലൊരു തെറ്റില്ല. അവിടെ അപ്പൊ വ്യാഖ്യാനിക്കാണ്, കണ്ടോ, മതമാണ് വലുത് എന്ന് പറഞ്ഞു, രാജ്യം അവൾക്ക് വലുതല്ല, ഇവള് ദേശക്കൂറില്ലാത്ത രാജ്യദ്രോഹിയായ ഒരാളാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതെന്നാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിക്കോ, ഇസ്ലാമാണ് മുസ്ലിമിന്റെ ഹക്ക് ബാത്തിൽ ചിന്തകൾ തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഇവിടുത്തെ സോഷ്യലിസ്റ്റുകളല്ല, ഈ രാജ്യത്തെ ജനാധിപത്യവാദികളല്ല. ഈ രാജ്യത്തെ ജനാധിപത്യവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇതാ ഇപ്പൊ ചോദ്യതാണ്. ഫാഷിസം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു കൊടുത്ത ചോദ്യം, അത് ചാടിപ്പിടിച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് അവതരിപ്പിക്കുന്നതിലും വലിയ പിന്നെ ജനാധിപത്യവാദികളൊന്നും നമ്മൾ കാണാനില്ലാതായി. പറയണം, ജനാധിപത്യവാദി പറയേണ്ടത് എങ്ങനെയാ? 21 ക്യാരറ്റ് ജനാധിപത്യവാദി എന്ന് പറയലോ, അവൻ പറയേണ്ടത് എങ്ങനെയാ? ഒരു മനുഷ്യന്റെ ഇഷ്ടമാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാകണം എന്നുള്ളത്. ചിലപ്പോ ഇതൊന്നും ആവൂല. മനുഷ്യന്മാർക്ക് അവരുടെ എയിമുകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവരുടെ പിന്നെ സ്വപ്നങ്ങൾ, ഡ്രീംസുകൾ. എല്ലാവർക്കും ഒരേ ഡ്രീം ഉണ്ടാവുക, മനുഷ്യന് വ്യത്യസ്തങ്ങളായ ഡ്രീംസ് ഉണ്ടാവും. അതായിരിക്കും അവന് ഏറ്റവും പ്രിയപ്പെട്ടത്. ആ പ്രിയപ്പെട്ടത് ആകെ രാജ്യം മാത്രമാകണം, ഒന്നാമത്തേത് രാജ്യം എന്ന് പറയണം എന്ന് ശഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന്റെ ഒരു സ്വഭാവം. അപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവിടെയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം പിന്നെ മുസ്ലിം പണ്ഡിതന്മാരുമായിട്ട് ഇങ്ങനെ ചർച്ച നടക്കുക, ചാനലുകളിൽ ചർച്ച നടക്കുക. അപ്പൊ അവതാരിക ചോദിക്കാണ് മുസ്ലിം പണ്ഡിതന്മാരോട്, ഒരു കൂട്ടം മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിക്കാണ്, ഓണം ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ നിങ്ങൾ പിന്നെ ആഘോഷിക്കാൻ പാടില്ല, അതിനോട് കൂടെ ചേരാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ട് ശരിയാണോ? ശ്രീമന്മാരൊക്കെ അങ്ങനെ ആകെ കുഴഞ്ഞു മറിയാണ് കിടന്നിട്ട്, കുഴഞ്ഞു മറിയ. കാരണം എന്തതിന് പറയാ? നിങ്ങൾ ആദ്യം ചോദ്യം തെറ്റാണെന്ന് പറയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ചോദ്യം ജനാധിപത്യ പക്ഷത്ത് നിന്നിട്ടാണോ ഫാഷിസത്തിന്റെ പക്ഷത്ത് നിന്നിട്ടാണോ എന്ന് ആദ്യം വ്യക്തമാക്കണം. അവതാരികനോട് തിരിച്ചു ചോദിക്കണം, ആരാ ഈ ചോദ്യം ചോദിക്കാൻ പറഞ്ഞത്? നിങ്ങൾക്കറിയോ, ഇന്ത്യയിൽ മതപരവും വിശ്വാസപരവുമായ കാര്യങ്ങളുടെ പേരിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, ശരി നിങ്ങൾ ആലപിക്കേണ്ടതില്ല എന്ന അനുവാദം നൽകപ്പെട്ട മതന്യൂനപക്ഷങ്ങളുണ്ട് ഈ ഇന്ത്യയിൽ. ഇന്ത്യയുടെ മതനിരപേക്ഷ സ്വഭാവം തന്നെ മാറ്റിയാണ്. ഫാഷിസം തീർത്തിട്ടുള്ള ഫ്രെയിമില ഇന്ത്യൻ മതനിരപേക്ഷത്തിനെ ഇപ്പൊ പ്രതിഷ്ഠിക്കാൻ നടക്കുന്നത്. ഫാഷിസത്തിന്റെ ആ ഫ്രെയിമിനെ പൊളിക്കണം. ഞാൻ പറഞ്ഞത്, സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്ക് ഇസ്ലാമാണ് എന്റെ നയങ്ങൾ, നിലപാടുകൾ, രാഷ്ട്രീയം എല്ലാം തീരുമാനിക്കുന്ന ഇസ്ലാമാണ്. എന്റെ ഡ്രസ്സ് തീരുമാനിക്കുന്ന ഇസ്ലാമാണ്. ആകണം, ആയേ പറ്റൂ. അപ്പോഴാണ് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ ദീനായിട്ട് ഉൾക്കൊള്ളുന്നു. അല്ലാതെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ അള്ളാന്ന് വിളിക്കും ഞാൻ, ലൊഹറിന്റെ സമയത്ത്, ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത്, ജുമായുടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാനൊന്ന് പടച്ചോനെ വിളിക്കും. ആ വിളിക്കാനുള്ള നിമിഷത്തിന്റെ പേരാണ് ദീൻ എന്ന് വിചാരിക്കണ്ട. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചലനങ്ങളെയും സ്വാധീനിക്കണം.
തീരുമാനിക്കണം. എന്താ ഹക്ക് ബാത്തില്? എനിക്ക് ഹക്ക് ബാത്തിൽ തീരുമാനിക്കാൻ പറ്റുമോ? എനിക്ക് ഹക്ക് ബാത്തിൽ തീരുമാനിക്കാൻ പറ്റുമോ? പറ്റില്ല. ഹക്കും ബാത്തിലും തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ദീനാണ് തീരുമാനിക്കേണ്ടത്. ഹറാമും ഹലാലും തീരുമാനിക്കേണ്ടത് ആരാ? ഞാനാണോ? എനിക്കിന്നത് ഹലാൽ എന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ടോ? എനിക്ക് അവകാശമില്ല. പടച്ചവന്റെ മാത്രാധികാരാണ്. മനുഷ്യർക്ക് ഹലാലും ഹറാമും തീരുമാനിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ, ഏത് മനുഷ്യർക്ക് ആ അവകാശം നമ്മൾ വകവെച്ചു കൊടുത്തത്? അവനെ അള്ളാഹുവിന് പുറമെ ഇലാഹാക്കാണ് ചെയ്തത്. അള്ളാഹ്ക്ക് പുറമെ ഇലാഹാക്കി. ഒരു മനുഷ്യന് ഹറാമും ഹലാലും തീരുമാനിക്കാൻ അവകാശമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ മുശ്രിക്കാണ്. യുഖ്രിജു അനിൽ മില്ല, ഈ മതത്തിൽ നിന്ന് ഞാൻ പുറത്താണ്. ഞാൻ കുഫറിലാണ്, ദീനിലല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുവിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദീനാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ നിലപാട് തീരുമാനിക്കേണ്ടത് ദീനാണ്. നമുക്ക് കുറവുണ്ടാകും, വീഴ്ചയുണ്ടാവും. അത് രണ്ടാണ്. ഹക്കും ബാത്തിലും തീരുമാനിക്കേണ്ടത്, ഹലാലും ഹറാമും തീരുമാനിക്കേണ്ട അള്ളാണ് എന്ന ഈമാൻ നമുക്കില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കുഫറിലാണ് പോയി വീഴുക. എന്നാലോ അള്ളാഹ് ഹറാമാക്കി, ഇന്നത് ഹറാമാണെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ചെയ്തു പോയി, നമ്മൾ കുഫറിൽ പോകുമോ? ഇല്ല, നമ്മൾ ഫിസ്കിലേ പോകുള്ളൂ. രണ്ട് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആളുകൾ നമ്മളോട് ചോദിക്കുക, പടച്ചവൻ ഹറാമാക്കി ഒക്കെ വിട്ടിട്ടാണോ നീ ഈ പറയുന്നത്? പടച്ചവനെ ഹറാമാക്കിയ ഒന്നും തൊടാതെ സ്പർശിക്കാതെയാണോ നീ ഈ സംസാരിക്കുന്നത് എന്ന് ആളുകൾ ചോദിക്കും. അതേ, മനുഷ്യനാണ്. മനുഷ്യനിൽ പറ്റാവുന്ന വീഴ്ചകൾ നമുക്ക് പറ്റും. അള്ളാഹ് ഹറാമാക്കിയതൊക്കെ നമ്മൾ ചിലപ്പോൾ തൊട്ടുപോകും. അങ്ങനെ തൊട്ടുപോയതിലാണ് തൗബ ചെയ്യേണ്ടത്, പശ്ചാത്തപിക്കേണ്ടത്, നിലപാട് നന്നാക്കേണ്ടത്, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇസ്തിഗ്ഫാറിന്റെ ദിക്ർ ആരാ പഠിപ്പിച്ചത്? ദുആ ആരാ പഠിപ്പിച്ചത്? അള്ളാണ് പഠിപ്പിച്ചത്. എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ? അള്ളൊരു കാര്യം ഹറാമാക്കുക, നമ്മൾ എന്ത് ചെയ്യുക? അത് പോയി തൊടുക. നമുക്കറിയാം അള്ളത് ഹറാമാക്കിയതാണെന്ന്, നിഷിദ്ധാക്കിയാണെന്ന് അറിയാം. എന്നിട്ട് നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി, രസത്തിന് വേണ്ടി നമ്മൾ അത് പോയി ആസ്വദിക്കുന്നു. അങ്ങനെ ആസ്വദിച്ചു കഴിഞ്ഞാലോ അവന് അള്ളാഹ് ഒരു ദുആ പഠിപ്പിച്ചു, ഒരു ദിക്ർ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു കൂട്ടം ദുആകളും ദിക്റുകളും പഠിപ്പിച്ചിട്ട് അള്ളാഹ് പറഞ്ഞു, ഇത് നീ ചൊല്ലിയാൽ നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തുതരും. ഹറാം ഉണ്ടാക്കിയതാരാ? അള്ളാഹ്. ആ ഹറാമ് തൊട്ടവന്, ആസ്വദിച്ചവന് മഗ്ഫിറത്ത് കിട്ടാൻ, പാപമോചനം കിട്ടാനുള്ള ഇസ്തിഗ്ഫാറിന്റെ ദുആകളും ദിക്റും പഠിപ്പിച്ചതാരാ? അള്ളാഹ്. അതും അള്ളാഹ് തന്നെ. മനസ്സിലായോ? അത് മനുഷ്യന്റെ ദൗർബല്യം അള്ളാഹുവിനറിയാം. തൊടരുതെന്ന് പറഞ്ഞത് തൊടാൻ അവന് തോന്നും, കാണരുത് എന്ന് പറഞ്ഞത് കാണാൻ അവന് തോന്നും. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യുന്നു? മനുഷ്യന് അതിന്റെ പേരിൽ അവനോട് കാരുണ്യം കാണിക്കുന്നു. പക്ഷേ ഹറാമും ഹലാലും അള്ളാഹ് തീരുമാനിക്കേണ്ട, സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് സൊസൈറ്റിയാണ്, അത് തീരുമാനിക്കേണ്ടത് കാലഘട്ടമാണ് എന്ന് ഞാൻ വിചാരിച്ചാൽ ഈ കളിയല്ല. യുഖ്രിജു അനിൽ മില്ല, ഈ മില്ലത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോയി, പിന്നെ ഞാൻ ഈ മില്ലത്തിന്റെ ആളല്ല. എനിക്കൊരു ഇസ്തിഗ്ഫാറിന്റെ ദിക്റും അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കോ. ഹറാമ് ചെയ്തവന് ഇസ്തിഗ്ഫാറിന്റെ ദിക്ർ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹറാമ് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയാണ്, സമൂഹമാണ്, ഭരണഘടനയാണ് എന്നാരെങ്കിലും തീരുമാനിച്ചാൽ അവന് ഒരു ഇസ്തിഗ്ഫാറിന്റെ ദിക്ർ അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, അവൻ മതത്തിൽ നിന്ന് പുറത്താണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് മുസ്ലിമിനെ സംബന്ധിച്ച് അള്ളാഹ് ഹലാലാക്കിയതല്ല ഹലാലാ, ഖിയാമത്ത് നാൾ വരെ. അള്ളാഹ് ഹറാമാക്കിയത് മുഴുവൻ ഹറാമാണ്. അത് ഹറാം എന്ന് തന്നെ നമ്മൾ പറയണം. തിരിച്ച് നമ്മൾ ചോദിക്കണം, നമ്മളോട് ചോദിക്കുന്ന ആളുകളോട് ചോദിക്കണം, ആരാ പറഞ്ഞത്? നിങ്ങൾ തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിച്ച് കാണിച്ചാലേ ഞങ്ങളൊക്കെ രാജ്യസ്നേഹികളായിട്ട് മാറൂ എന്ന് നിങ്ങളാരാ പഠിപ്പിച്ചത് എന്ന് ചോദിക്കാൻ നമുക്ക് തിരിച്ചു പറ്റണം. ഞാൻ പറയുന്നത്, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക ക്രമം അള്ളാഹുവിനോടുള്ള കരാറുകൾ പൂർത്തീകരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന സാമൂഹിക സാഹചര്യങ്ങളാണ് ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കൂടാനാണ് പോകുന്നത്, അത് വർദ്ധിക്കാനാണ് പോകുന്നത്. അവിടൊക്കെ നമ്മളെ നിലപാട് ഇതായിരിക്കണം. സമൂഹം എന്തും പറയും. ഇന്നലെ വരെ ഈ ഭരണഘടനയുടെ ആർട്ടിക്കിളുകളിൽ,
ഈ ഭരണഘടനയുടെ കുറ്റം ശിക്ഷയും നൽകപ്പെടുന്ന വകുപ്പുകളിൽ സ്വർഗാനുരാഗം മൃഗരതിയേക്കാൾ മോശപ്പെട്ട പാപമായിരുന്നു ഇന്നലെ വരെ ഈ ഭരണഘടനയുടെ. ഇപ്പോൾ സ്വർഗാനുരാഗം ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഇതിനനുസരിച്ച് നമ്മൾ മാറ്റണോ? അള്ളാഹു എന്താ പറഞ്ഞത്? ഹറാമാണ്. അള്ളാഹു അതിനെപ്പറ്റി പറഞ്ഞത് നിഷിദ്ധമാണ്, ഫാഹിഷത്താണ്. അത് ഖിയാമത്ത് നാൾ വരെ ഫാഹിഷത്താണ്. അത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നില്ല. അങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് കണ്ടേ പറ്റൂ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ആ നിലപാട് എന്താ? ആ നിലപാടാണ് ഇന്ത്യയിൽ ആരും ബീഫ് തിന്നണ്ടെന്ന് തീരുമാനിച്ചല്ലോ. ആരാ തീരുമാനിച്ചത്? ബീഫ് തിന്നാത്തൊരു വിഭാഗം. അവർ വിചാരിച്ചു ഇന്ത്യയിൽ ഇനി ആരും തിന്നണ്ട, ഞങ്ങൾ തിന്നാത്തത് ആരും തിന്നണ്ട. അതിന്റെ അതേ സ്വരമാണിത്. അതിന്റെ അതേ സ്വരം ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് അംഗീകരിച്ചേ പറ്റൂ. കണ്ടോ, ബീഫ് നിങ്ങൾ കഴിക്കരുത് തീരുമാനിച്ച ഫാഷിസത്തിന്റെ അതേ സ്വരം ആർക്ക്? മതനിരപേക്ഷവാദികൾക്ക് അതേ സ്വരം. അതിനനുസരിച്ച് നമ്മളെ ദീനിനെ മാറ്റിമറിക്കാൻ പറ്റുമോ? നമ്മൾ അവർക്ക് മതനിരപേക്ഷത എന്താണെന്ന് തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കണം. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ നിയമങ്ങളും മതങ്ങളുടെ നിലപാടുകളും കാലഘട്ടത്തിനനുസരിച്ച് മാറുമ്പോൾ വലിച്ചെറിഞ്ഞ് മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളോ ഐഡിയോളജികളോ പുൽകാനുള്ള പ്രേരണയല്ല മതനിരപേക്ഷത എന്നത്. എനിക്കെന്റെ മതം എന്റെ പേഴ്സണൽ ഇടങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് കൊണ്ടടക്കാൻ പറ്റണം. അപ്പോഴേ മതനിരപേക്ഷതാവുള്ളൂ. ഇന്ത്യൻ മതനിരപേക്ഷതാവുള്ളൂ. മനസ്സിലായോ? ഇന്ത്യൻ സെക്യുലറിസം ആവുള്ളൂ. അതല്ലാതെ ഇവർ തീരുമാനിക്കുന്ന നിലപാടിനനുസരിച്ച് മാറ്റിമറിക്കുന്ന രൂപം പറ്റൂല. അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള കരാർ, ആ കരാറാണ് അല്ലദീന യൂഫൂന ബി അഹദില്ലാ. പടച്ചവനോടുള്ള കരാർ അവർ പാലിക്കും. അള്ളാഹുവിനോടുള്ള കരാർ അവർ പൂർത്തിയാക്കും. വലാ യൻഖുദൂനൽ മീസാഖ്. പിന്നെ അവിടെ രണ്ടാമത്തെ ലക്ഷണം എന്താ? വലാ യൻഖുദൂനൽ മീസാഖ്. അവർ വാഗ്ദാനങ്ങൾ ഉടച്ചു കളയില്ല. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും അവരുടക്കൂല. വിശ്വാസിക്ക് രണ്ട് വാഗ്ദാനമാണ്. ഒന്ന് അള്ളാഹുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുള്ള വാഗ്ദാനം എന്താ? പടച്ചവനെ ഞാൻ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന് ഞാൻ എൻ്റെ ജീവിതത്തെ തീരുമാനിക്കുന്ന ദർശനമായിട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ ഗൈഡായിട്ട് നബിയായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ചര്യയാണ് ഇനി എൻ്റെ ചര്യ. അവിടുത്തെ ചലനമാണ് ഇനി എൻ്റെ ചലനം. അവിടുത്തെ ജീവിത രീതിയാണ് ഇനി എൻ്റെ ജീവിത രീതി. അത് ഞാൻ തൃപ്തിപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് അള്ളാഹിനോടുള്ള കരാർ. ഇനി മനുഷ്യനോടുള്ള കരാറോ? മനുഷ്യനോടുള്ള കരാറും അള്ളാഹു പറയുന്നു പൂർത്തീകരിക്കണം. നമുക്ക് എന്തെല്ലാം കരാറുകളുണ്ട്. നമ്മൾ ആലോചിച്ചിട്ടുണ്ട് നമുക്ക് എന്തെല്ലാം കരാറുകളുണ്ട്. ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു. ഈ രാജ്യത്ത് എന്തെല്ലാം മുസ്ലിം വിരുദ്ധ നിലപാടുകൾ നമ്മൾ കാണുന്നു, അല്ലേ? ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ പോലും, ഈ എറണാകുളം ജില്ലയിൽ പോലും എന്തെല്ലാം മുസ്ലിം വിരുദ്ധ ഇസ്ലാം വിരുദ്ധ നിലപാടുകൾ നമ്മൾ കാണുന്നു. എന്നിട്ട് നമ്മൾ പ്രതികരിക്കണം എങ്ങനെയാ? നമ്മൾ പ്രതികരിക്കുന്നത് ഈ രാജ്യം അംഗീകരിച്ച, ഈ രാജ്യം സമ്മതിച്ച സമാധാനപരമായ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ നമ്മൾ പ്രതിരോധിക്കുള്ളൂ. കാരണം എന്താ? കരാറുണ്ട് ഈ രാജ്യവുമായിട്ട്. ഈ രാജ്യവുമായിട്ട് നമുക്ക് കരാറുണ്ട്. ആ കരാർ എന്താ? ഈ രാജ്യത്തിന്റെ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന, ഈ രാജ്യത്തിന്റെ വ്യവസ്ഥാപിതത്വം നശിപ്പിക്കുന്ന ഒന്നിലും നമ്മൾ ഉണ്ടാവൂല. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾക്ക് കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ട് പൊളിച്ചിട്ട്, ആ കോൺട്രാക്ട് കാറ്റിൽ പറത്തിയിട്ട് അള്ളാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റൂല, പറ്റില്ല. കാരണം എന്താ? ഉലൈക ലഹും സൂഉൽ ഹിസാബ്. അവർക്ക്, ഈ വിളിക്കുത്തരം നൽകാത്തവർക്ക് അവർക്ക് എന്തുണ്ട്? ഉലൈക ലഹും സൂഉൽ ഹിസാബ്, കഠിനമായ വിചാരണയുണ്ട്. വമഅവാഹും ജഹന്നം, അവനൊക്കെ പ്രവേശിക്കാൻ പോകുന്നത് നരകത്തിലാണ്. വബിഇസൽ മിഹാദ്, അത് വളരെ മോശപ്പെട്ട ഒരു തൊട്ടിലാണ്. അല്ലാഹു പറയാ. ആർക്കാണ്? വലാ യൻഖുദൂനൽ മീസാഖ്. കരാർ ഉടച്ചു കളഞ്ഞവൻ, കോൺട്രാക്റ്റുകൾ തകർത്ത് കളഞ്ഞവൻ, അവൻ എവിടെയാണ്? അവൻ പ്രവേശിക്കാൻ പോകുന്നത് സൂഉൽ ഹിസാബിലാണ്, ജഹന്നമിലാണ്. അത് വളരെ വബിഇസൽ മിഹാദ്, മോശമായ തൊട്ടിലാണ്. അല്ലാഹു പറയാ. കോൺട്രാക്ട് വലിയ പ്രാധാന്യം ഇസ്ലാമിന് വലിയ പ്രാധാന്യമാണ് കോൺട്രാക്ട്, കരാറുകൾ പാലിക്കുക എന്നുള്ളത്, വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളത്. അല്ലാഹു പറഞ്ഞെന്താ? ഹിസാബ് കഠിനമായി വിചാരണ ചെയ്യപ്പെടാതിരിക്കാൻ വിശ്വാസിക്കുണ്ടാവേണ്ട സവിശേഷതയാണ്
ഒന്ന് അള്ളാഹുടെ വാക്ക് പാലിക്കുക, രണ്ട് അള്ളാഹു അല്ലാത്ത മനുഷ്യരോട്, സമൂഹത്തോട്, ബാക്കി എന്തൊക്കെയുണ്ട് അതിനോടൊക്കെ എന്തൊക്കെ കരാറുകളുണ്ടോ, വാഗ്ദാനങ്ങളുണ്ടോ, അത് മുഴുവൻ പാലിക്കുക. അത് മുഴുവൻ പാലിക്കുക. അള്ളാഹ് പറയാ സാമൂഹിക രംഗത്ത് നമുക്ക് കരാറുകളുണ്ട്, സാമൂഹിക രംഗത്ത് കരാറുകളുണ്ട്. വേണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഹോസ്പിറ്റലിൽ, നമ്മളെപ്പോഴും മറന്നു പോണ കാര്യമാണ്, ഒരു ഹോസ്പിറ്റലിൽ ഒരു വലിയ ചികിത്സയ്ക്ക് വിധേയമാക്കാൻ നമ്മളൊരു കരാർ എഴുതി കൊടുക്കണം. ഈ ഓപ്പറേഷന് ശേഷം, ഈ സർജറിക്ക് ശേഷം ഈ വ്യക്തി മരിച്ചാൽ നമ്മളത് അംഗീകരിക്കണം. അയാൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ നമ്മളത് അംഗീകരിക്കണം. ഈ കരാറ് നമ്മൾ ഒപ്പിട്ടിട്ടാണ്, കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ആളുകളെ നമ്മൾ അകത്തേക്ക് കയറ്റുന്നത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ ആ ഹോസ്പിറ്റൽ അടിച്ചു തകർക്കാൻ ആൾക്കാർ. കരാറ് ലംഘനാണത്. അല്ലെങ്കിൽ അങ്ങനെ കരാർ ഒപ്പിട്ട് കൊടുക്കരുത്. അങ്ങനെ ഒരു കോൺട്രാക്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാലിക്കണം. ഇനി അവരുടെ പിഴവാണോ, ആ പിഴവ് എങ്ങനെയാ ചോദ്യം ചെയ്യുന്ന? ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ നടപടിക്രമമുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. ഒരു ക്യൂവിൽ നമ്മൾ ചെന്നാൽ നമ്മ ഒരു കോൺട്രാക്റ്റിന് ബാധ്യസ്ഥനാണ്. അതിൽ പാലിക്കേണ്ട മര്യാദ പാലിച്ചിട്ട് നമ്മൾ അങ്ങോട്ടെത്തു. അതിന് മുമ്പ് ചാടിക്കേറി മുന്നോട്ട് വരാൻ പാടില്ല. കാരണം എന്താ? അത് കോൺട്രാക്റ്റാണ്. ഈ ലോകത്ത് എല്ലാവരുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ട്, എല്ലാവരുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ആ കോൺട്രാക്റ്റുകളൊക്കെ അത് കണിശമായി നിലനിർത്താനുള്ള പരിശ്രമം വിശ്വാസിക്കുണ്ടാവണം. എന്താണ് മുസ്ലിമിന് ഭീകരവാദിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? ഭീകരവാദം എന്ന് പറയുന്നത് വ്യവസ്ഥയോട് സമരം ചെയ്യുന്നതാ. എങ്ങനത്തെ സമരം? വ്യവസ്ഥാവിരുദ്ധമായ സമരം ചെയ്യുന്നതാ. അതിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. കാരണം എന്താ? രാജ്യവുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിന്റെ, രാജ്യത്തിന്റെ അപായപ്പെടുത്തുന്ന, രാജ്യത്തിന് നാശത്തിലേക്ക്, അതിന്റെ അഖണ്ഡത തകർക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിമിന് ഇടപെടാൻ പറ്റൂല. കോൺട്രാക്റ്റുകൾ പാലിക്കണം. അള്ളാഹ് പറഞ്ഞ ഒന്നാമത്തെ കാര്യത വല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്. മീസാഖുകൾ അവർ പാലിക്കും, അള്ളാഹുള്ള അഹദും പാലിക്കും. നിക്കാഹിനെ പറ്റിയിട്ട് ഖുർആൻ പ്രയോഗിച്ചെന്തറിയോ? മീസാഖൻ ഗലീളാന. നിക്കാഹിനെ പറ്റി ഖുർആന്റെ പ്രയോഗം മീസാഖൻ ഗലീള. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോൺട്രാക്ട്, ബലിഷ്ഠമായ കരാർ. ഏത്? നിക്കാഹ്. നിക്കാഹ് എന്താ? ബലിഷ്ഠമായ കരാർ. അള്ളാഹുവിന്റെ നാമത്തിൽ സമൂഹത്തെ സാക്ഷി നിർത്തി നമ്മൾ എടുക്കുന്ന ബലിഷ്ഠമായ കരാർ. അങ്ങനെ ഖുർആൻ പ്രയോഗിച്ചത് കണ്ടോ? നിക്കാഹ് എന്താണ്? ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് കോൺട്രാക്റ്റാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാര്യമാരുമായി, ഭർത്താക്കന്മാരുമായിട്ട് കോൺട്രാക്റ്റാ. ആ കോൺട്രാക്ട് പാലിക്കണം. ആ കോൺട്രാക്ട് എഴുതി ഒപ്പിടണമെന്നില്ല. മറിച്ച് രണ്ട് ബന്ധങ്ങൾ ചേരണമെങ്കിൽ അവർക്കിടയിൽ പാലിക്കേണ്ട വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നത് വിശ്വാസിനെ സംബന്ധിച്ച് അത് നിർബന്ധാണ്. അങ്ങനെ അവന് പാലിച്ചിട്ടില്ലെങ്കിൽ അവനുള്ളതാണ് സൂ അൽ ഹിസാബ്. ഉലൈക ലഹും, അക്കൂട്ടർക്കുണ്ട് സൂ ഉൽ ഹിസാബ്, അവർക്ക് കഠിനമായ വിചാരണയുണ്ട്. വമഅവാഹും ജഹന്നം, നരകത്തിലായിരിക്കും അവരുടെ പ്രാപ്യസ്ഥാനം. അല്ലാഹ് പറയാം. അപ്പൊ ഒന്നാമത്തത് അതാ. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുമായിട്ടുള്ള കരാർ, ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് തീരുമാനിക്കും നമ്മുടെ കാര്യങ്ങൾ. നമ്മളല്ല തീരുമാനിക്കാൻ പോകുന്നത്, രാജ്യവുമല്ല, സമൂഹവുമല്ല, ഇവിടുത്തെ പ്രത്യയശാസ്ത്രങ്ങളല്ല, ഐഡിയോളജികളല്ല, വ്യവസ്ഥകളല്ല. അള്ളാഹ് തീരുമാനിക്കും. രണ്ടാമത്തതോ, മനുഷ്യരോടുള്ള കരാറുകൾ എന്തൊക്കെയുണ്ടോ ആ കരാർ ഒന്നും ഉടക്കൂല. യൻഖുദൂന എന്ന് പറഞ്ഞാൽ ഉടക്കാന്നർത്ഥം, ഉടച്ചു കളയാന്നർത്ഥം. ഒന്നും ഉടക്കൂല. അത് കൃത്യമായി നിലനിർത്തുന്ന ജീവിത രീതി ഉണ്ടാവണം. അതെല്ലാ രംഗത്തുണ്ടാവണം. വാക്ക് പരമാവധി പാലിക്കുക. അത് എവിടുത്തെ ലക്ഷണാണ്? വിജയിച്ച വിചാരണയിൽ നിന്ന് അള്ളാഹു, കഠിന വിചാരണയിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്തിയ ആളുകളുടെ ലക്ഷണാണ് പരമാവധി അവരുടെ വാക്കുകൾ പാലിക്കുക. ഇനി അവർക്ക് വാക്ക് പാലിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാലോ ആ സിറ്റുവേഷൻ അവർ ഉദറായി ബോധിപ്പിക്കും. മനസ്സിലായോ? ഉദറായിട്ട് അവർ ബോധിപ്പിക്കും. ആരോടെ വാക്ക് കൊടുത്തത് അത് പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മനുഷ്യന് കൊടുത്ത എല്ലാ വാക്കും പാലിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ വാക്ക് കൊടുക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? എല്ലാം നമുക്ക് പാലിക്കാൻ പറ്റൂല. അള്ളാഹ് ഉദ്ദേശിച്ചത് പറ്റുള്ളൂ. ചിലപ്പോൾ ചില സാങ്കേതികമായ തടസ്സങ്ങൾ നമ്മുടെ കഴിവിന് അതീതമായി സംഭവിക്കും. അപ്പൊ ആളുകളോട് സംസാരിക്കണം. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് കടം വാങ്ങി വാക്ക് കൊടുത്തു, 10-ാം തീയതി തിരിച്ചുതരാ, കൊടുക്കാൻ പറ്റിയില്ല, അയാളെ കണ്ട് സംസാരിക്കണം, ഉദ്റ് ബോധിപ്പിക്കണം. അതാണ് അള്ളാഹ് പറഞ്ഞത്. അല്ലാതെ എല്ലാം പൂർത്തീകരിക്കാൻ പറ്റൂല.
എല്ലാം മനുഷ്യന് പൂർത്തീകരിക്കാൻ പറ്റില്ല. അള്ളാഹ് തൗഫീഖ് നൽകിയത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ, കരാറുകൾ, അതിന് മാന്യമായ ഇടപാടുകൾ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാന്യമായ ഇടപാടുകൾ ഉണ്ടാവണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോ, വിശുദ്ധ ഖുർആൻ മാന്യന്റെ ഒന്നാമത്തെ ലക്ഷണങ്ങളിൽ എണ്ണിയത് കരാറ് പാലിക്കലാണ്, വാഗ്ദാനം പാലിക്കലാണ്. മാന്യന്റെ ഒന്നാമത്തെ ലക്ഷണം. ആർക്കെങ്കിലും കരാറുകൾ, കോൺട്രാക്റ്റുകൾ പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ, അവൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മാന്യനല്ല, അള്ളാഹു എണ്ണിയ നല്ലവനല്ല. അതിന്റെ ആദ്യത്തെ ക്വാളിറ്റി അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇനിയും ഇൻഷാ അല്ലാഹ് ഈ ഹിസാബുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. അടുത്ത ഖുത്തുബകളിൽ അത് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കഠിനമായ വിചാരണയിൽ നിന്ന് രക്ഷ ലഭിച്ച സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങൾക്ക് നൽകാനുണ്ട്. ഈ വരുന്ന ജൂൺ 1 ശനിയാഴ്ച രാവിലെ മുതൽ ഇവിടെ 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെയുള്ള മദ്രസകളുടെ അഡ്മിഷൻ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാം പലരും ഈ പള്ളിയുടെ ചുറ്റുവട്ടവുമായി വലിയ അകലമില്ലാതെ ജീവിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങളിൽ പലരും കുടുംബങ്ങളും അവിടെ ഒപ്പം കുടുംബങ്ങളോടൊപ്പം ജീവിക്കുന്ന ആളുകളായിരിക്കും. നമ്മുടെ ടൗണുകളിൽ നമ്മൾ കണ്ടുവരുന്നൊരു പ്രശ്നം, സ്കൂളുകളിൽ നമുക്ക് ഇസ്ലാമിക് സിലബസ് ഓഫർ ചെയ്യും സ്കൂളുകാർ, സ്കൂൾ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി ചേർക്കും. അത് നമുക്ക് തന്നെ അറിയാം, വേണ്ട വിധത്തിൽ അത് മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മളൊരു ബാധ്യത, കുട്ടിക്ക് ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് അതവിടെ നടത്തുന്നുണ്ടല്ലോ, അത് കൊളായത് അവരുടെ പ്രശ്നമാണല്ലോ എന്നൊരു സമാധാനിച്ചിട്ട് ഇരിക്കുന്നൊരു സിറ്റുവേഷൻ ടൗണുകളിൽ നമുക്ക് കാണാറുണ്ട്. മദ്രസ പഠനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇസ്ലാമിക് സിലബസ്, ഇപ്പോൾ ഒരു അഖീദയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അഖ്ലാഖാണെന്ന് വിചാരിക്കുക. ഇതൊരു സ്കൂളിൽ എടുക്കുന്നതും മദ്രസയിൽ എടുക്കുന്നതും രണ്ടും 2 ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. സ്കൂളിൽ ഒരുപാട് സബ്ജക്റ്റുകൾക്കിടയിൽ എൻ്റെ കരിക്കുലത്തെ യാതൊരു വിധത്തിലും സ്വാധീനിക്കാത്ത ഒരു സിലബസാണ് ഇസ്ലാമിക്. സ്കൂളുകളിൽ അങ്ങനെയാണ്. എൻ്റെ ബോർഡ് എക്സാമിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. എൻ്റെ സ്കൂൾ പഠനത്തിനെയോ എൻ്റെ റാങ്കിനെയോ ഒന്നിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമുകൾ അത് ബാധിക്കാൻ പോകുന്നില്ല. അങ്ങനെ കൂട്ടത്തിൽ ഒരു പ്രാധാന്യം കെട്ട ഒരു സിലബസ്, അതാണ് സ്കൂളുകളിലെ ഇസ്ലാമിക് സിലബസ്. മദ്രസകളുടെ വ്യത്യാസം എന്താ? മദ്രസകൾ നിലനിൽക്കുന്നത് തന്നെ ഈ സിലബസുമലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മദ്രസക്ക് വേറെ സംസാരങ്ങളില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മദ്രസ പഠനം ഒരു ഇസ്ലാമിക സബ്ജക്റ്റിനെ ഏറ്റവും ഗൗരവത്തിലും അഭിമാനത്തിലും കുട്ടിനെ സമീപിക്കും. എന്നാൽ സ്കൂളുകളിൽ നിന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ചിലപ്പോഴൊക്കെ നമുക്ക് അനാവശ്യമായി ഉള്ള ഒരു സിലബസായി തോന്നുന്ന രൂപത്തിലാണ് ഇസ്ലാമിക പഠനം നടക്കുന്നത്. അതുകൊണ്ടാണ് മദ്രസയിലെയും സ്കൂളിലെയും ഒരേ സിലബസ് പഠിപ്പിച്ചിട്ടും നിലവാരത്തിലെ വ്യത്യാസങ്ങൾ നമുക്ക് പ്രകടമാകുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് മദ്രസകളെ തന്നെ പരമാവധി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം. ഈ സ്കൂളുകളിൽ ഇസ്ലാമിക് വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടിയാണെങ്കിലും തൊട്ടടുത്ത് മദ്രസ സൗകര്യം ഉണ്ടെങ്കിൽ ആ മദ്രസ സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. ഇവിടെ ജൂൺ 1 മുതൽ ആണ് ആരംഭിക്കുന്നത്. ആ മദ്രസ സംവിധാനത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കമ്മിറ്റിയുമായി നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിനു വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ലഭിക്കും. ഇൻഷാ അള്ളാഹ് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ആ മാതാവിന് വേണ്ടി മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ മാതാവിന്
അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒന്നൊഴിയാതെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടത്തെ അള്ളാഹു വെളിച്ചമുള്ളതും സ്വർഗത്തിലെ സുഗന്ധമുള്ളതുമാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവരെയും അവരുടെ കുടുംബങ്ങളെയും സ്വർഗത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരി, ഈ പള്ളിയിൽ വരുന്നൊരു സഹോദരിയുടെ ബന്ധു, അദ്ദേഹത്തിന് ഒരു വലിയ ഓപ്പറേഷൻ വേണം, സർജറി വേണം എന്ന് പറഞ്ഞിരുന്നു. ആ സർജറി നടക്കാൻ പോവുകയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ സർജറി സമ്പൂർണ്ണ വിജയമാക്കുകയും അദ്ദേഹത്തിന് ശിഫ നൽകുകയും ചെയ്യുമാറാകട്ടെ. പാർശ്വഫലങ്ങളില്ലാത്ത രൂപത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും ഈമാനും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മാരകമായ മാറാരോഗങ്ങളിൽ നിന്ന് നമ്മളെല്ലാം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ഒരാൾക്ക് കൂടി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ മുകളിലെ താമസ സൗകര്യത്തിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി. അദ്ദേഹം ആശുപത്രികളിൽ നിന്ന് മാറ്റി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് സഹായിക്കുന്ന, അദ്ദേഹത്തിന് ആശ്വാസമുണ്ടാകുന്ന അന്തരീക്ഷം അല്ലാഹു നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെയെല്ലാം, നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം ഇത്തരം ആപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. മാരകരോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അമലു സ്വാലിഹാത്തുകൾ, അല്ലാഹു തൃപ്തിപ്പെട്ട സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വേളയിൽ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മരിച്ചു പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.